MOM6, Management of Medication, sixth standard says that medications are dispensed in a safe manner. Dispensing വളരെ സേഫായിട്ട് ചെയ്യണം. മെഡിക്കേഷൻ റീകോൾ ഫെസിലിറ്റീസ് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം. സംടൈംസ് ഗവൺമെൻറ് അതോറിറ്റീസ് റീകോൾ ചെയ്യാൻ പറയും, മാനുഫാക്ചർ റീകോൾ ചെയ്യാൻ പറയും. നമ്മുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസിൽ നിന്നൊരു മരുന്ന് റീകോൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാം. കണ്ടാമിനേറ്റഡ് ആയിട്ട് കാണുന്ന മെഡിസിൻസ് റീകോൾ ചെയ്യേണ്ടി വരും. അതിന് കൃത്യമായ ഒരു എഫക്റ്റീവ് മാനദണ്ഡം നമുക്കുണ്ടാകണം. നിയർ എക്സ്പയറി മെഡിസിൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, OPയിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, IPയിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, മൊത്തത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതിനെ കുറിച്ച് ഒരു വ്യക്തത നമുക്കുണ്ടാവണം. ഡിസ്പെൻസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് വളരെ കൃത്യമായിട്ട് അതിൽ ലേബൽ ചെയ്ത് വേണം ഡിസ്പെൻസ് ചെയ്യാനായിട്ട്. ബോധപൂർവമായ ഒരു ആക്യുറസി മെയിൻ്റനൻസ് ഡിസ്പെൻസിങ്ങിലുണ്ടാവണം. ഹൈ റിസ്ക് മെഡിക്കേഷൻസിൻ്റെ ഓർഡേഴ്സ് ഡിസ്പെൻസിങ്ങിന് മുമ്പ് ക്രോസ് ചെക്ക് ചെയ്തിരിക്കണം. മൾട്ടിപ്പിൾ വെരിഫിക്കേഷൻ പോയിൻറ്റ്സ് ഉണ്ടാവണം. നമുക്ക് മെഡിസിൻ റിട്ടേൺസ് ടു ഫാർമസി അത് ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യത്തക്ക വിധത്തിൽ നമുക്ക് ഒരു മാനദണ്ഡം എഴുതി വെക്കപ്പെട്ടതുണ്ടായിരിക്കണം. ഇതിൽ ഈ ഒരു 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ 4 കമ്മിറ്റ്മെൻറ്റും 2 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റുമാണ്. ഒരു എലക്റ്റീവ് ഒബ്ജക്റ്റീവ് എലമെൻറ്റും ഇവിടെ ഇല്ല. കാരണം മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്നത് സേഫ് ആയിരിക്കണം എന്നതിന് നാളെയല്ല ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പലപ്പോഴും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഉള്ളതുപോലെ തന്നെയാണ് ഈ മരുന്നിൻ്റെ കാര്യത്തിൽ. മരുന്ന് പലപ്പോഴും നല്ല ഭക്ഷണം നല്ല മരുന്നാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തിലൊരു മനുഷ്യൻ്റെ ശരീരത്തിന് ഏറ്റവും നന്നായി സ്വീകരിക്കാൻ കഴിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഏറ്റവും നല്ല ഭക്ഷണ പദാർത്ഥം എന്ന് പറയും, നമുക്കറിയാം അത് ഫ്രൂട്ട്സാണ്, പിന്നെ വെജിറ്റബിൾസാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഏറ്റവും മനോഹരമായിരിക്കുമ്പം പോലും അത് സേഫായിട്ടായിരിക്കണം നമ്മുടെ കയ്യിലെത്തുന്നത്, കഴിക്കുന്നത്. അല്ലാതെ ഇന്ന് കെമിക്കലുകൾ പൊതിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് അതുപോലെ എടുത്ത് കഴിച്ചാൽ ആ ഫ്രൂട്ട്സാണ് ഏറ്റവും മനോഹരമായ, ശരീരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആഹാരം എന്നതിന് ഉള്ള വാല്യൂയോടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസ് അനുസരിച്ചായിരിക്കണം നമ്മുടെ മെഡിസിൻ്റെ ഡിസ്പെൻസിങ്. അത് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ഉണ്ട്, അങ്ങനെ കൊടുക്കാവുന്ന, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാവുന്ന മരുന്നുകളുണ്ട്. അല്ലാത്ത എല്ലാ മരുന്നുകളും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കൊടുക്കണം എന്നത് ഒരു സേഫ് പ്രാക്ടീസാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. ഇവിടെ ഹൈ റിസ്ക് മെഡിക്കേഷൻ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഒഴിച്ച് ബാക്കി 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളും ഡോക്യുമെൻറ്റേഷനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഒന്ന് കയറാം. MOM6 മെഡിക്കേഷൻസ് ആർ ഡിസ്പെൻസ്ഡ് ഇൻ എ സേഫ് മാനർ. 6 4 കോർ ഒബ്ജക്റ്റീവ്, 2 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും 4 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റും ഉള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് വിശദമായിട്ടൊന്ന് നോക്കാം.